അറ്റകുറ്റപ്പണിക്കായി ചെങ്കുളം അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ത്തിയപ്പോൾ പ്രതിസന്ധിയിലായത് വിനോദസഞ്ചാര മേഖലയാണ്. ജലം വറ്റിയതോടെ ബോട്ടിംഗ് നിലച്ചു. വിനോദസഞ്ചാര മേഖലയുടെ അനുബന്ധമായി ജോലി ചെയ്ത് ഉപജീവനം കണ്ടെത്തിയിരുന്നവരിൽ വലിയ പ്രതിസന്ധിയിലാണ്. ഇടുക്കിയിലെ ജലാശയങ്ങളും പ്രകൃതിക്കാഴ്ചകളും ജില്ലയിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ ഇത് പ്രതീക്ഷിച്ചെത്തുന്ന സഞ്ചാരികൾക്ക് നിരാശ സമ്മാനിക്കുന്ന കാഴ്ചകളാണ് പലയിടത്തും കാണുന്നത്. ഹൈഡൽ ടൂറിസം രംഗത്ത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന കേന്ദ്രമാണ് ചെങ്കുളം. 2 മാസം മുൻപ് അറ്റകുറ്റപ്പണികൾക്കായി ചെങ്കുളം അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമീകരിച്ചപ്പോൾ ജലവിനോദ ഉപാധികളായ ബോട്ടിംഗ് അടക്കം നിലച്ചു. ഇതോടെ ചെങ്കുളം അണക്കെട്ടിലേക്ക് സഞ്ചാരികളും എത്തുന്നില്ല. ഇത് ഏറ്റവും പ്രതികൂലമായി ബാധിച്ചത് ജീപ്പ് സഫാരിക്കാരെയും അനുബന്ധ തൊഴിൽ ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തുന്നവരെയുമാണ്. 34-35 വേണ്ടി അതിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഈ രണ്ടിപ്പോൾ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ വരുന്ന സമയമാണ്. പക്ഷേ നമുക്കിപ്പോൾ ഒരു ഓട്ടോ കാര്യങ്ങളൊക്കെ വളരെ പരിതാപകരമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. KSE ബോർഡിൻ്റെ വർക്കാധാരം എന്ന് തീരും, എപ്പോൾ തീരും എന്നൊന്നും യാതൊരു ഐഡിയയില്ല. ഗവൺമെൻറ് വർക്കാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ടൂറിസം എന്നല്ല, എല്ലാം കൊണ്ടും വലിയ ബാധ്യതകളും ബുദ്ധിമുട്ടുകളും. ആയിരക്കണക്കിന് സഞ്ചാരികൾ ജില്ലയിലെത്തുമ്പോൾ ചെങ്കുളം ആളൊഴിഞ്ഞു കിടക്കുകയാണ്. ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണി നടത്തി ബോട്ടിംഗ് പുനരാരംഭിക്കുവാൻ വൈദ്യുതി ബോർഡും ഹൈഡൽ ടൂറിസം വകുപ്പും അടിയന്തര നടപടിയെടുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.